എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ ഒരു പ്രധാന വിഭവമായിട്ടാണ് പത്തിലത്തോരൻ. പത്തിലകൾ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് പത്തിലത്തോരൻ എന്നായി പേര് വരാൻ കാരണം. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. ഭക്ഷ്യയോഗ്യമായ ഏത് ഇലകളും നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലകൾ ചേനയില, താളില അഥവാ ചേമ്പില, കുമ്പളത്തിൻ്റെ ഇല, മത്തയില, തഴുതാമ, ചൊറിയണം അഥവാ ആനത്തുമ്പ, പയറില, ചീരയില 3 തരം എടുത്തിട്ടുണ്ട്. പച്ചച്ചീര, ചുവന്ന ചീര, സാമ്പാർ ചീര, ഇതെല്ലാം ഒരു ഇലയായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് തന്നെ പത്തില ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് മണിത്തക്കാളിയുടെ ഇല, കോവലിൻ്റെ ഇല. നമ്മുടെ പത്തിലകൾ ഇതെല്ലാമാണ്. പത്തിലയിലെ പ്രധാനം തകരയിലയാണ്. അത് തകരയില നമുക്ക് കിട്ടിയിട്ടില്ല. മുളകിൻ്റെ ഇലയും ഉപയോഗിക്കുന്നതാണ്. എല്ലാ ഇലയും നന്നായിട്ട് ചെറുതാക്കി അരിയുക. ഈ ഇലകളെല്ലാം നമ്മൾ പൊടിയായി അരിയണം. ഇതിലേക്ക് നമ്മൾ അരമുറി നാളികേരവും 1/4 ടീസ്പൂൺ ജീരകവും 4 ചുവന്നുള്ളിയും 2-3 പച്ചമുളകും 2 വറ്റൽമുളകും 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം. അടുത്തതായി ഒരു പാൻ വെച്ച് തീ കത്തിക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും മുളകും ഉഴുന്നും പരിപ്പും ഇട്ട് പൊട്ടിക്കാം. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇലകൾ വാടി വരുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇലകളെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിൽ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരവും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പത്തിലത്തോരൻ തയ്യാറായി. അടുത്തതായി നമ്മുടെ പറമ്പിൽ നിന്ന് പത്തിലകൾ കളക്ട് ചെയ്യുന്നത് കാണാം. ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇലകൾ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇലക്കറികളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ് മുരിങ്ങയുടെ ഇല. പക്ഷേ ഈ ടൈമിൽ നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല. കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് ഒരു കട്ടുണ്ടായിരിക്കും എന്നാണ് പറയുക. അതായത് അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലകർക്ക്, ഛർദി അതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ മുരിങ്ങയില കഴിക്കാറില്ല. അതിൽ ഏതോ ഒരു ദിവസത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഏത് ദിവസമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മുരിങ്ങയില അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇലകൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ അടുത്തത് ഇപ്പോൾ ഇങ്ങനെ നമ്പർ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ആദ്യം കണ്ടത് താളിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ചേമ്പിൻ്റെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടാകുന്ന ചേമ്പ് വിത്ത് കിട്ടുന്ന അതുണ്ടല്ലോ, അതിൻ്റെ ഇലയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നല്ല കൂടുതൽ നമുക്ക് ഗുണം കിട്ടുന്നത് ഇതുപോലെ കാട്ടു ചേമ്പ് ഉണ്ടായിരിക്കുക, അതുപോലെ താള് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ, ഇതാണ് മത്തയുടെ ഇല. അപ്പോൾ നമ്മളെപ്പോഴും എന്തിൻ്റെ ഇല എടുക്കുമ്പോഴും നമ്മൾ അധികം മൂക്കാത്ത അങ്ങനെ ചെറിയ തളിര ഇല കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ കുറച്ച് മൂത്ത് നമുക്ക് തളിര ഇല നോക്കി പൊട്ടിക്കാം. ഇതിൻ്റെ തുമ്പ് ഭാഗത്ത് വരുന്നതായിരിക്കും തളിര ഇല. അപ്പോൾ നമുക്ക് മത്തയുടെ ഇല പൊട്ടിക്കാം. കുമ്പളം ഉണ്ട്. കുമ്പളം പക്ഷേ നമ്മൾ താഴെ കുമ്പളം വെച്ചാണ്ടല്ലോ അതിനൊക്കെ എന്തെങ്കിലും പുഴു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിച്ച് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ മുകളിൽ കയറ്റി വിട്ടു. മാവിൻ്റെ മുകളിൽ കയറ്റി വിട്ടപ്പോൾ ഇപ്പോൾ ഇലയൊന്നും താഴെയില്ല, ഒക്കെ ഫുൾ മാവിൻ്റെ മുകളിലാണ്. നമ്മൾ വല്ല തോട്ടിക്ക് എടുത്ത് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ കുമ്പളത്തിൻ്റെ ഇലയും നമുക്ക് ഒരു ഇലയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മത്തയുടെ ഇല പൊട്ടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൂവുണ്ട് വെച്ചെങ്കിൽ അതും നല്ലത് തന്നെയാണ് കേട്ടോ അതിനകത്ത് ഇട്ടുണ്ടെങ്കിൽ. പക്ഷെ നമുക്കിപ്പോൾ പൂവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മത്തയില നമ്മൾ എല്ലാം ഒരളവിൽ തന്നെ എടുക്കാൻ നോക്കുക. ചേനയുടെ പോണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല പുല്ലുള്ളടത്തേക്ക് തന്നെ കടക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അതവിടെ ഉണ്ട്. അപ്പോൾ ചേനയില നോക്കി വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ പറമ്പിൽ ചേനയുടെ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് കണ്ടല്ലോ വലിയ ചേനയുടെ ഇതൊക്കെ കിട്ടിക്കണം. വീടിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമുക്ക് പോയി നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പയറിൻ്റെ ഇല പൊട്ടിക്കാം കേട്ടോ. പയറിൻ്റെ ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് പത്തല അല്ലാതെ നമ്മൾ പയറില തോരൻ കഴിക്കില്ലേ, ശരിക്കും ഉപ്പേരിക്കാട്ടും ടേസ്റ്റാന്ന് പറയാം. നമുക്ക് പയറില പൊട്ടിക്കാം. പയറിലയ്ക്ക് മുമ്പ് നമുക്ക് വേറൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്, ചീര. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സാമ്പാർ ചീര. അപ്പോൾ സാമ്പാർ ചീര നമുക്ക് ചീര എന്ന് പറയുന്നത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇപ്പോൾ പത്തലയിൽ പല സൈസ് ചീരയുണ്ട്. സാമ്പാർ ചീരയുണ്ട്, നമ്മുടെ സാധാ ചീരയുണ്ട്. അപ്പോൾ അത് കാരണം ചീരയൊക്കെ നമുക്ക് ഒന്നായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അത് പത്തലയായിട്ട് കണക്കാക്കണ്ട. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ചീരയും എടുക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സാമ്പാർ ചീര കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇലയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പയറിലേക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ ചെറിയ തോതിലൊക്കെ വെള്ളം കയറിയ കാരണം ഒക്കെ പോയി ഒടുങ്ങിയിട്ടുണ്ട്. നല്ല തളിരെല്ലാം നോക്കി പൊട്ടിച്ചാൽ നല്ലതാണ്.
അപ്പോൾ നമുക്ക് പയറിൻ്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും ഇല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ വെള്ളം കാരണം അതിലൊക്കെ പോയി തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യത്തിന് ഇല കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് പിന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ തകരയാണ്. തകരയുടെ ഇല ഏറ്റവും വിറ്റാമിനുള്ളത് തകരയുടെ ഇലയാണ്. പക്ഷേ ഈ ഭാഗത്തൊന്നും ഞാൻ തകര കണ്ടിട്ടില്ല. അപ്പോൾ തകരയുടെ ഇല കിട്ടാൻ പാകമുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് തകരയുടെ. പിന്നെ പ്ലാവില തോരനൊക്കെ ഇപ്പോൾ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ പ്ലാവില തോരനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും 10 ഇല, അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനിതുവരെ ഉപയോഗിക്കാത്ത കാരണം അത് ഞാൻ പറയുന്നില്ല. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല, അതാണ് സത്യം. അടുത്ത് നമുക്ക് കോവയ്ക്കയുടെ ഇല, കോവലിൻ്റെ ഇല ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടാവാടി എന്ന് പറയില്ലേ, ചൊറിയണം, തുമ്പ, അങ്ങനെയൊക്കെ പലതരം പേരിലാണ് അറിയപ്പെടുക. അത് നമുക്ക് എടുക്കാം. നോക്കിയോട്ടെ എവിടെയാണെന്ന് നമുക്ക്. ഇതാണ് നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ നല്ല രീതിയിൽ നോക്കി പൊട്ടിച്ചില്ലെങ്കിൽ കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൊറിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ ഇങ്ങനെ ഈ തുങ്ങ് പോലെ നിൽക്കുന്നതാണ് നമുക്ക് ചൊറിയുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. ഇത് മാത്രം തന്നെ നമ്മൾ ഇതുപോലെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും നമുക്ക് ചൊറിയണം എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ഇതിൻ്റെ ഈ തുങ്ങ് നോക്കി പൊട്ടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അടുത്തത് നമുക്ക് കോവലിൻ്റെ ഇല പൊട്ടിക്കാം. അത് നമുക്കിവിടെ എന്തായാലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇതാണ് കോവലിൻ്റെ ഇല എന്ന് പറയുന്നത്. മുകളിലാണ് പന്തലിങ്ങനെ നിൽക്കുന്നത്. ചേനയുടെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുത് വരില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തുമ്പ് ഇങ്ങനെ തളിയിലായിട്ട് വരുന്ന ഭാഗം, ഇതാണ് ചേനയുടെ ഇല എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചേനയുടെ ഇലയും കിട്ടി. ഇനി നമുക്ക് അടുത്തത് തമിഴായി, അതായത് തഴുതാമ അങ്ങനെയൊക്കെ പറയും, അതിൻ്റെ ഇലയാണ് വേണ്ടത്. നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇതുമ്പോൾ ഒട്ടും കായില്ല, പൂവായി തുടങ്ങിയിട്ടുള്ളൂ. കായിൻ്റെ ചിങ്ങ കാണിച്ചിട്ടായിരുന്നു, വയലറ്റ് കളറിൽ ആണ് ഇതിൻ്റെ കായ. ആദ്യം പച്ച കളറിലിരിക്കും, പിന്നെ നല്ല പാകമായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല വയലറ്റ് കളറായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലയും നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് ചെറിയ തൈയാണ്, അപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. നമുക്ക് കുറച്ച് വലുത് വേറെ അപ്പുറത്തുണ്ട്, അതിനും കൂടി എടുക്കാം. ഇതാണ് മണിത്തക്കാളിയുടെ ഇല. അതിൽ കായില്ല, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇതാണ് തഴുതാമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വയലറ്റ് കളറായിരിക്കും ഉണ്ടായിരിക്കട്ടെ, ചെറുതേ തോതിൽ ഇങ്ങനൊരു വയലറ്റ് കളറ്. അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് ഈ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ ഈ തഴുതാമയും അതുപോലെ മറ്റേ ചെറുള, പിന്നെ നെരിഞ്ഞത്, ഇതെല്ലാം കൂടിയിട്ട് വെള്ളം വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും എല്ലാം നമുക്ക് തോരൻ. പത്തില തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.